ഹലോ, അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗാണ്. വേറൊന്നുമല്ല, ഇന്ന് പാച്ചുവിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർ കണ്ടു കാണും, അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വ്ളോഗ്. അതേപോലെ ഇന്ന് നമ്മൾ അവൻ്റെ വ്ളോഗ് എടുക്കാനാണ് കേട്ടോ. ഇന്ന് അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഞാനും അമ്മയും ഇവിടുന്ന് ഇറങ്ങുവാണ്, എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. പിന്നെ അവനായിട്ടുള്ള പല കണ്ടൻസും നിങ്ങൾ കണ്ടു. വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, പാച്ചു എൻ്റെ ചേട്ടൻ്റെ മോനാണെന്നും പിന്നെ അവനാണ് കൂടുതലും എൻ്റെ വ്ളോഗിലുള്ളത്. എൻ്റെ അടുത്ത് പോകാം. പിന്നെ അവന് ഇന്ന് ഞാൻ 2 ദിവസമായി കണ്ടിട്ടില്ല, അപ്പോൾ ഇന്ന് അവൻ്റെ അടുത്ത് പോകാട്ടോ, എൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പു, ചേച്ചി, അനിയത്തി എല്ലാവരും, അനിയത്തി കോളേജിൽ പോയേക്കുവാണ്, ചേച്ചിയും വർക്കിന് പോയേക്കുവാണ്. എല്ലാവരും വർക്കിന് പോയിട്ട് എല്ലാവരും ഈവനിങ് ടൈമിനാണ് കേക്ക് കട്ടിങ്. അപ്പോൾ ഞാനും അമ്മയും രാവിലെ ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലുവാണ്. നമ്മൾ തന്നെയാണ് ഫുഡെല്ലാം വെക്കുന്ന കേക്ക് കട്ടിന്. വലിയ സെലിബ്രേഷനൊന്നും അല്ല, നമ്മൾ ഫാമിലീസ് മാത്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം. ബർത്ത്ഡേക്കാരനാണ് ഞങ്ങളുടെ ബർത്ത്ഡേക്കാരൻ. എണ്ണ തേച്ച് കുളിച്ചിട്ട് വന്നിരിക്കുവാണേ. ഹായ്, ഞങ്ങളുടെ ബർത്ത്ഡേ ആന്ന് പറ, പാച്ചിൻ്റെ ബർത്ത്ഡേ ആന്ന് പറ വ്ളോഗില് പറടാ. ഹാപ്പി ബർത്ത്ഡേ പാച്ചെന്ന് പറ, വ്ളോഗാ. കുഞ്ഞ് കുളിച്ചിട്ട് വന്നിരിക്കുവാണ്. ഇപ്പോൾ ഒരുങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമ്മളിപ്പോൾ കുളിപ്പിച്ചിട്ട് ഇരിക്കുന്ന കടപ്പ. നോക്ക് അങ്ങോട്ട് നോക്ക്. സെക്കൻഡ് ബർത്ത്ഡേ. ഹായ് വെച്ചേ, അപ്പമാരെ വെച്ചേ, അപ്പമാരെ ഹായ് വെച്ചേ. ഹായ് ഗായ്സ് എന്ന് പറ, ഹായ് ഗായ്സ് എന്ന് പറ, ഹായ് ഗായ്സ് പറ, ഹായ് ഗായ്സ് എന്ന് പറ പൊന്നെ. ഓ ഹായ് ഗായ്സ്. ഗായ്സ്, അപ്പോൾ ദേ ഇവൻ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഈ പൊട്ട് അമ്മയുടെ പൊട്ടാണ് കേട്ടോ, ബിന്ദമ്മയുടെ പൊട്ടെടുത്ത് അവൻ ഇട്ടതാണ്. പിന്നെ ബീനാമ്മ കൊണ്ടുവരുന്നത് ഇഡ്ഡലിയും ചമ്മന്തിയും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇവൻ ആരാന്ന് എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. പാച്ചു എൻ്റെ ചേട്ടൻ്റെ മോനാണ്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ കസിൻ ചേട്ടൻ്റെ മോനാണ്. ഇത് പേരമ്മ, ഇതെൻ്റെ അമ്മ. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ് കേട്ടോ. പിന്നെ ഇവനായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡാണ്. ഇവൻ മാത്രമല്ല, എല്ലാവരും ഇവനോട് അങ്ങനെ തന്നെയാണ്. ഇവന് അതേപോലെ നമ്മളോട് തിരിച്ച് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മളെ അടുത്ത് വരും. അവൻ അച്ഛനമ്മ വേണ്ട, നമ്മളെല്ലാവരും മതി കേട്ടോ. ഭയങ്കര സ്നേഹമാണ് അവന്. അതേ നമ്മളെ പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ഫുഡ് വെക്കുന്നത് ചിക്കനും റൈസാണ് നമ്മളിന്ന് വെക്കുന്നത് പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ കുക്കിംഗ് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. അമ്മയും ഉണ്ട്, ബീനാമ്മയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇപ്പം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പതുക്കെ എല്ലാവരും വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങാം. ഇപ്പോൾ 2 മണിയായി, ഉച്ചയ്ക്ക് 2 മണിയായി. 7 മണിക്കാണ് കേക്ക് കട്ടിങ്. നമ്മൾ ഫാമിലി കുറച്ച് പേരൊക്കെ ഉള്ളൂ, ആയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൂടുതൽ അങ്ങനെ വലിയ റെസിപ്പിയൊന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ ചിക്കൻ കറിയും റൈസും വെക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവ കാണാം. പാച്ചു പെണ്ണാണ്. ചോറിന് എൻ്റെ കുടമ്പടിയൊന്നും വേറെ ഉണ്ട്, നോക്കുന്നുണ്ടോ? അടിക്കരുത് കേട്ടോ, പൊന്നീ അങ്ങനെ വീഴും. ഇങ്ങോട്ട് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി പാച്ചു. പാച്ചു ചെരുപ്പ് വേണ്ട. കട്ടിങ് ചെയ്യാനായിട്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം. പാച്ചു അകത്ത് ഉറങ്ങാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓണിയനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യണം. നമ്മൾ ക്യാരറ്റ് ബീൻസൊക്കെയാണ് കേട്ടോ റൈസിലിടാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ പുതിന മല്ലിയെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ കാണാം. ആപ്പിൾ കഴിക്കുകയാണോ? ഹായ് ഗൈസ്, പൊന്നാപ്പൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ഇനി ചിക്കൻ കറി വെച്ചാൽ മാത്രം മതിയേ. അപ്പം ഞാൻ കിച്ചണിലോട്ടാണ് വന്നത്. പിന്നെ നമ്മൾ റൈസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് റൈസ് വെക്കുന്നത്. ഇപ്പം നമുക്ക് ചിക്കൻ കറി വെക്കാം.
ഇപ്പം ഞാൻ എല്ലാം എടുത്ത് നോക്കട്ടെ. അപ്പം പാച്ചു കേക്ക് ആരാ മേടിച്ചേ? അപ്പയാണോ കേക്ക് മേടിക്കുന്നേ? അമ്മയല്ലേ? അമ്മയാണോ? ആരാ കേക്ക് മേടിക്കുന്ന പൊന്നിന്? അമ്മയാണോ? ആഹാ, വായിന്ന് കായ് മേടിക്കും. ഗായ്സ്, അപ്പം അവൻ്റെ അമ്മ അവന് കേക്ക് മേടിച്ചിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. ഓ, ഡ്രസ്സ് മേടിച്ചോ? ബർത്ത്ഡേക്ക് ഡ്രസ്സ് മേടിച്ചോ? ഏർ കണ്ടിട്ട് നോക്കുന്നുണ്ട് എടാ മോട്ടോ. എടാ അവൻ ഏർ കണ്ടിട്ട് നോക്കുന്നമ്മേ. എടാ ദേ ഇവിടെ കിടക്കുവാ, TV കാണാനായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കിച്ചണിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നതാ. അപ്പം ഇവൻ്റെ കൂടെ കിടന്നു. അപ്പോൾ ഇവൻ പറയുവാണ് അവൻ്റെ അമ്മ അവന് കേക്ക് മേടിക്കുന്നുണ്ടെന്ന്. പിന്നെ ഡ്രസ്സ് മേടിച്ചോ പൊന്നെ? ഡ്രസ്സ് മേടിച്ചോ? അവിടെ വാവ വെക്കാന്ന്. അവൻ TV കാണാനായിട്ട് പോയി. ഗായ്സ്, അപ്പോൾ ഇത് എൻ്റെ നമ്മൾ റൈസും ചിക്കൻ കറിയാണ് വെക്കുന്നത്. സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് നല്ല ഒരു തിക്ക് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണിയനും ഗാർലിക്കും എല്ലാം കൂടി പേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഈ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഓയിൽ കൂടുതലിട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണേ. പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഇളക്കണേ. പിന്നെ അടി പിടിക്കാതെ നോക്കണം. ഉരുളിയിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അതിൻ്റെ കീഴിൽ നിന്ന് ഞാൻ മാറിയിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഞാൻ സെൽഫായിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ തക്കാളി, പിന്നെ പുതിന, മല്ലി പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ചേർത്തിട്ടില്ലേ. ചിക്കൻ കറി വെച്ചു. റൈസ് അടുപ്പത്ത് വെച്ചേക്കുവാണ്. റൈസ് വെച്ചിട്ടില്ല. റൈസ് വേകാനായിട്ട് നമ്മൾ വെള്ളം വെച്ചേക്കുവാണ്. അതിൻ്റെ റൈസിനിടാനുള്ള വെജിറ്റബിൾസ് ഒന്ന് ഓയിലും ഗീയും കൂടി സോട്ട് ചെയ്തെടുക്കുവാണ്. ചിക്കൻ കറി ഇവിടെ സൈഡിലുണ്ട്, മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ റൈസിന് ഇടാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഇങ്ങനെ ജസ്റ്റ് നെയ്യും ഓയിലും കൂടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലിട്ടേക്കുന്നത് ഓയിൽ, നെയ്യ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമ്മുടെ മറ്റേ മസാല, ഗ്രാമ്പു, പട്ട, പിന്നെ പുതിന, മല്ലി കൂടി ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. അടുപ്പിൽ ഫുഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. എൻ്റെ കൂടെ മഞ്ചാടി എല്ലാം കണ്ടുകൊണ്ട് കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയില്ല, എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. പിന്നെ അവരിപ്പം അങ്ങ് കിടന്ന്. ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ കുരു വന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല വേദനയുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ 7 മണിയാകുമ്പോഴാണ് കേക്ക് കട്ടിങ്. ഇനി എല്ലാവരും ഇനി വരണം. അപ്പു എല്ലാം വരണം. ചേച്ചി, അനിയത്തി എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും, ഒരാൾ ജോലിക്ക്, ഒരാൾ കോളേജിൽ, അപ്പും വർക്കിന് പോയി. എല്ലാവരും വരണം. അപ്പോൾ ബാക്കി കാണാം. ലാസ്റ്റ് തന്നെ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. സ്വപ്നം കണ്ട് ചിരിക്കുന്നുണ്ടോ? അബിലാലെ കോഴി എങ്ങനെയാ കറിയുന്നേ? അബിലാലെ അബിലാലെ എടാ കോഴി എങ്ങനെയാ ചിരിക്കുന്നുണ്ടോ? അബിലാല് പാച്ചു മതി അഭിനയിക്കുന്നാണ് ഇവൻ. അബിലാലെ അമ്മ പൊതുപ്പ് പഠിക്കേ. അബിലാലെ പഠിക്കുമല്ലേ? അബിലാലെ ഇല്ലോച്ച് നല്ല ഉറക്കവാ. ഇവനുണ്ടല്ലോ അവൻ അറിഞ്ഞോണ്ട് കണ്ണടച്ചിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ച സ്വപ്നം കാണുമായിരിക്കും. ഇവനെ അഭിനയ കണ്ണു
എടാ കള്ള ഇത്രയും ചിരി. അപ്പൊ അവൻ അറിയാ ചുറ്റും ആരാ കിടക്കുന്നത്. ഇവൻ കള്ളനാ. ഇന്നലെ അപ്പയുടെ അടുത്ത് പോകാൻ പറഞ്ഞ് ഇവൻ വഴക്കുണ്ടാക്കി. പുറക്കത്തിൽ നിന്നിട്ട് അപ്പയുടെ അടുത്ത് പോകും. അപ്പയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഏതപ്പയാ, നിനക്ക് 5 അപ്പന്മാരുണ്ട്, നീ ഏതപ്പ എന്നെയാ പറയുന്നത്, പേര് പറ. അപ്പടുത്ത് പോകാം, പേര് പറഞ്ഞില്ല. അപ്പടുത്തോണ്ട് എല്ലാ അവനറിയാം, അപ്പന്മാരും ഒരു വീട്ടിലല്ലേ? അവന് പറയുന്ന അവനറിയാവേ. എടി ബർത്ത്ഡേ കൊണ്ട് എടി ബർത്ത്ഡേ പറയുമ്പോ അവനറിയാം, അവനങ്ങ് ചിരിക്കും വന്നത്. അതെല്ലാം കള്ളത്തരമായിരുന്നു ഇപ്പൊ കാണിച്ചത്. എന്റെ ദൈവമേ, ഞാൻ വിശ്വസിച്ച് ഇനി സ്വപ്നം കാണുമായിരിക്കും. ഇവ ശരിക്കും ചിരിച്ചതാ. അപ്പൊ തിളക്കുന്ന കണ്ടോ? എന്തുവപ്പ കുഞ്ഞിനെ എന്നാ കൊണ്ടുവന്നെന്നറിയാമോ? അറിയാവോ? ഗസ് ചെയ്യാവോ എന്നതായിരിക്കും അപ്പൊ കൊണ്ടുവന്നേ? പറ. എന്നാ കൊണ്ടുവന്നപ്പ അറിയത്തില്ലേ? കണ്ണടച്ച് കിടക്കാവോ? അപ്പ എടുത്തോണ്ട് വരാം. കണ്ണടച്ച് കിടക്കാവോ? കാലോ കാല്. ഇപ്പൊ കണ്ണടച്ച് കിടക്കണേ. അങ്ങനെ 7 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പതുക്കെയാണ് കേട്ടോ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരുന്നത്. ചെറിയൊരു ഫങ്ഷനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി തന്നെ കുറേ പേരുണ്ട് കേട്ടോ. അവരെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുവൊക്കെ ഇപ്പം വരും കേട്ടോ. അങ്ങനെ അതേ സന്നാമ്മയും അപ്പു എല്ലാവരും വരുന്നുണ്ട്, അച്ചു വരുന്നുണ്ട്. പിന്നെ അതേൻ്റെ ഇവിടെ കേക്ക് എല്ലാം അൺബോക്സ് ചെയ്തതേ ഉള്ളേ. ഇതാണ് അബിലാൽ. ഹാപ്പി ബർത്ത്ഡേ അബിലാൽ. പിന്നെ അതെൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോഴാണ് കേട്ടോ. ഇത് വെച്ചേ ചിരിച്ചു. ഇഞ്ഞോ ഇഞ്ഞോ അവിടെ വെച്ചേ വെച്ചേ ഇത് വെച്ചേരാം. ഐക്കം വെച്ചേരാം. ഇത് മണ്ണ തൊപ്പി ഇത് വെക്കാവോ? എന്നാ ഇത് വെച്ചു. നിക്ക് പൊന്നെ നിക്ക്. നമുക്ക് കേക്ക് മുറിക്കണ്ട. ഇവിടെ നിക്കടാ, സെന്ററിൽ നിക്കടാ. രണ്ട് പകുതിയാണ്. അത് വെളുത്തോട്ടത്. നീ ഇത് പിടി. ഇവിടെ പിടിക്കുന്നു. ഈ വലത് വെച്ച് പിടി. വലത് പിടി. വലതുവശം രണ്ടേ പിടി. രണ്ടേ പിടിടാ. അതിന് ഊത് 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 എഴുന്നേക്കാ. Happy birthday to you. Happy birthday to Pachu. Happy birthday to you. മതി. അപ്പൊ മുറിച്ച് തരാം. Happy birthday to you. Happy birthday. ചേട്ടായി സൂപ്പർ. ഹാപ്പി ബർത്ത്ഡേ. ശരി, ഇപ്പൊ വിളിക്കാൻ പോകാം.
സബിയെ അച്ഛാ ഇവിടെ മേടിച്ചു താങ്ക് യു പറയാം താങ്ക് യു പറയാം സൂപ്പർ താങ്ക് യു പറയാം താങ്ക് യു പറയാം താങ്ക് യു അപ്പോഴും പറയാം താങ്ക് യു അപ്പയെന്ന് പറയാം താങ്ക് യു അപ്പ അങ്ങനെ കഴിച്ചു ഒരു ഉമ്മ കൊടുത്തേടാ അച്ചാച്ചക്ക് ഉമ്മ കൊടുത്തേ എടാ ഉമ്മ കൊടുത്തേടാ തൊപ്പി വേണോ ആ തൊപ്പി തരാം അവൻ്റെ തൊപ്പി ഈ മതിയോ ഒരു മതി ചേച്ചി ഒരു ഉമ്മ കൊടുത്തേ അച്ചാച്ചക്ക് ഉമ്മ കൊടുത്തേ തൊപ്പി വെച്ചാ ഇത് കേക്ക് ഉമ്മ വേണം കൊടുക്കും ഉമ്മ കൊടുക്ക് അവൻ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല വീഡിയോ വീഡിയോ അപ്പേ അപ്പേ ഇതെല്ലാം വീഡിയോ കൊടുക്ക് കൊടുക്ക് ഉമ്മ കൊടുക്ക് അതിന് ചേച്ചിക്ക് ആ ഓക്കെ പൊന്നെ ടാറ്റാ പാച്ചു ടാറ്റാ ഹേ ഗായ്സ് അപ്പോൾ അതേ നമ്മളെല്ലാം കഴിഞ്ഞു ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പാച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ.